ഇന്നലെ പത്രം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇന്ന് കുറേ അധികം വാർത്തകൾ കാണും. പ്രസ് സ്റ്റോപ്പിൽ ലിജോ വർഗീസ് ഉണ്ട്. ലിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ പത്രം ഉണ്ടായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇന്നലെ ലോക്സഭയിൽ നടന്ന ചർച്ചയാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട തലക്കെട്ട്. അത് വ്യത്യസ്തമായ ആംഗിളുകളിൽ ആ വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. മലയാള മനോരമയിൽ പറയുന്നത്, അതിൻ്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: ആ നീക്കം വേണ്ട കേട്ടോ എന്നാണ് പറയുന്നത്. വനിതാ സംവരണം ഭരണഘടനാ ഭേദഗതി ബില്ലിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ട് എന്നാണ്. ഇന്ന് 540 ലോക്സഭാംഗങ്ങളിൽ 180 പേരിലേറെ എതിർത്താൽ ഭേദഗതി പാസ്സാകില്ല. ഇന്നലെ അവതരണ അനുമതിയെ എതിർത്തത് 185 പ്രതിപക്ഷാംഗങ്ങൾ. എതിർപ്പ് മണ്ഡല പുനർനിർണയവുമായി കൂട്ടിക്കെട്ടുന്നതിനോട് ദക്ഷിണേന്ത്യൻ പ്രാതിനിധ്യം കുറയില്ലെന്ന് അമിത്ഷാ പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്നലെ ഈ ബില്ലിൻ്റെ കരടിൻ്റെ പകർപ്പ് കത്തിക്കുന്ന ഫോട്ടോ കൂടി വെച്ചിട്ടുണ്ട്. ഇന്നലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. അതിനെതിരെ പാർലമെൻറ്റിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെതിരെ കൂടി പരാമർശം നടത്തി എന്നതും ശ്രദ്ധേയമാണ്. അതാണ് മനോരമയിലെ ഒന്നാമത്തെ തലക്കെട്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ അതേ വാർത്ത തന്നെയാണ്. അതിന് ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ബിൽമറ എന്ന് ഒരു ചിത്രം, ഒരു കാരിക്കേച്ചർ നൽകിയിട്ടുണ്ട്. അവതരിപ്പിച്ചു, തിരിച്ചടിച്ചു എന്നാണ് ഹെഡ്ലൈൻ. വിവാദ ബില്ലുകൾ ലോക്സഭയിൽ 12 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് വോട്ടെടുപ്പ് എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ MP-മാർ എല്ലാവരും കറുത്ത വസ്ത്രം ധരിച്ച്, TR ബാലു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും കറുത്ത വസ്ത്രം ധരിച്ച് പാർലമെൻറ്റിൽ ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തൊട്ടാകെ മണ്ഡല പുനർനിർണയം നടത്തി 50% സീറ്റുകൾ വർദ്ധിപ്പിച്ച ശേഷം ലോക്സഭയിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള 3 ബില്ലുകൾ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാധ്യമം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീക്ഷണം പൊളിറ്റിക്കലിയാണ് ആ വാർത്ത. ഹെഡ്ലൈൻ തന്നെ സംവരണമല്ല സംഭരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വനിതാ സംവരണത്തിൻ്റെ പേരിൽ തെറ്റിദ്ധാരണ പരത്തി NDA. അശാസ്ത്രീയ സീറ്റ് വർധനവ് പ്രതിപക്ഷം ആളിക്കത്തി. 2018 വനിതാ സംവരണം ആവശ്യപ്പെട്ടിട്ടും മോദി മുഖം തിരിച്ചു എന്ന് പ്രിയങ്ക ഗാന്ധി വിമർശിച്ച കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് വീക്ഷണം ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദേശാഭിമാനിയിൽ കള്ളം പൊളിച്ച് പ്രതിപക്ഷം എന്നാണ് ഹെഡ്ലൈൻ. പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം തുടങ്ങി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും നേരെയുള്ള കടന്നാക്രമണമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു എന്നുള്ളതാണ്. സ്ത്രീ സംവരണം മറയാക്കി മണ്ഡല പുനർനിർണയം എന്നുള്ള കാര്യം പറയുന്നു. ഇനിയിപ്പോൾ മെട്രോ വാർത്തയിലേക്ക് വരുമ്പോൾ മെട്രോ വാർത്ത പറയുന്നത് എതിർത്താൽ എനിക്ക് നേട്ടം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യമാണ്. പ്രതിപക്ഷത്തെ വെട്ടിലാക്കി പ്രധാനമന്ത്രി പറ്റിക്കുന്നവരെ തിരിച്ചറിയാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട് എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചാണ് പറഞ്ഞത്. കണക്കുകൂട്ടി സർക്കാരും പ്രതിപക്ഷവും എന്താകുമെന്നുള്ളതാണ്. ദക്ഷിണേന്ത്യൻ പ്രാതിനിധ്യം കുറയില്ല എന്ന് അമിത്ഷാ പറഞ്ഞ കാര്യം കൂടി മെട്രോ വാർത്തയിൽ ഒന്നാമത്തെ പേജിലുണ്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വനിതകൾ ക്ഷമിക്കില്ല എന്നാണ് അതിൻ്റെ ഹെഡ്ലൈൻ. വനിതാ സംവരണ ബില്ലിനെ എതിർക്കുന്നവരോട് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം വെച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു വാർത്ത അവിടെ ജന്മഭൂമി പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി അതിൻ്റെ കണക്കുകൾ കൂടി വെച്ചുകൊണ്ടാണ് മണ്ഡലത്തിൽ മനംമാറ്റം എന്നാണ് ഇന്ന് 2 ഒന്നാം പേജുകളുണ്ട് മാതൃഭൂമിക്ക്. അതിൽ രണ്ടാമത്തെ ഒന്നാം പേജിൽ പറയുന്നത് മണ്ഡലത്തിൽ മനംമാറ്റം എന്നാണ്. ദക്ഷിണേന്ത്യയുടെ ആശങ്ക അകറ്റാൻ പുതിയ ഫോർമുല. 2011 സെൻസസ് അടിസ്ഥാനമാക്കില്ലെന്ന് സർക്കാർ പറഞ്ഞ കാര്യം. ലോക്സഭയിൽ 50% സീറ്റിൻ്റെ വർധനവാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് സർക്കാർ പറയുന്നു. കേരളത്തിലെ സീറ്റ് 30 ആകും. വിയോജിപ്പ് തുടർന്ന് പ്രതിപക്ഷം എന്നുള്ളതാണ്. ആ കണക്കുകൾ ഇങ്ങനെയാണ്. കർണാടകയിൽ നിലവിൽ 28 സീറ്റുകളുള്ളത്, അത് 42 ആകും. ആന്ധ്രാപ്രദേശിൽ 25 എന്നത് 38 ആകും. തെലങ്കാനയിൽ 17 എന്നത് 26 ആകും. തമിഴ്നാട്ടിൽ 39 എന്നത് 59 ആകും. കേരളത്തിൽ 20 എന്നത് 30 ആകും എന്നാണ്. ദക്ഷിണേന്ത്യക്ക് നേട്ടമാണോ എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചാണ് 50% സീറ്റ് വർദ്ധിക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ളതിനേക്കാൾ പ്രാതിനിധ്യം ലഭിക്കുമെന്ന വാദവുമായി കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് മാതൃഭൂമി അത് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ലോക്സഭയിൽ ഇന്നലെ നടന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളുടെ ഒരു രത്നചുരുക്കം എന്ന് പറയുന്നത്. ദീപിക പത്രം മറ്റൊരു വാർത്ത കൂടി ഇന്ന് പ്രധാനപ്പെട്ട വാർത്ത. അത് നമ്മൾ വലിയ തരത്തിലുള്ള വേനൽ ചൂടിൽ ആണ് നിൽക്കുന്നത്. ആ സമയത്ത് സംസ്ഥാനത്തെ ജലസംഭരണികളിൽ 30% വെള്ളം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഇടുക്കി, ഇടമലയാർ, പെരിങ്ങൽകുത്ത്, ബാണാസുര സാഗർ, കക്കി, മാട്ടുപ്പെട്ടി, പൊന്മുടി, പമ്പ, ലോവർ പെരിയാർ, കല്ലാർകുട്ടി എന്നിവിടങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ജലനിരപ്പിൽ കുറവുണ്ടായിരിക്കുന്നത്. ശതമാനത്തിൽ നോക്കുക
നോക്കുമ്പോൾ വലിയ കുറവ് എല്ലായിടത്തുമുണ്ട്. ഇതാകെ എടുക്കുമ്പോൾ കേരളത്തിലാകെയുള്ള ജലസംഭരണികളിൽ 30% മാത്രമാണ് ഇനി വെള്ളമുള്ളത്. വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള കാര്യമാണ് ദീപിക റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാടൻ ചൂട് കുതിക്കുന്നു. 39.1 ഏതാണ്ട് 40 ഡിഗ്രി അടുത്തേക്ക് പാലക്കാട് ചൂടെത്തി എന്നുള്ള കാര്യം കൂടി ഇന്ന് ദീപിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി വന്നിരിക്കുന്നത്. മാതൃഭൂമിയിൽ ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് വിഴിഞ്ഞം വഴി എന്നാണ്. ആഗോള മാരിടൈം ഹബ്ബാക്കാൻ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖം ആഗോള സമുദ്ര വ്യാപാര മേഖലയിലെ തന്ത്രപ്രധാനമായ മാരിടൈം ഹബ്ബാക്കാൻ കേന്ദ്രം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള ചരക്കു നീക്കത്തിലും സമുദ്ര വ്യാപാര മേഖലയിലുണ്ടായ അനിശ്ചിതത്വവുമാണ് രാജ്യത്തെ പുതിയ മാരിടൈം ഹബ്ബ് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. 40% ആഗോള ചരക്കു നീക്കത്തിൻ്റെ 40% കടന്നു പോകുന്നത് വിഴിഞ്ഞത്തിന് സമീപത്തു കൂടിയാണ്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ തരത്തിൽ ബങ്കറിംഗ്, അതായത് ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം, ബെർത്ത് 5 കിലോമീറ്റർ ബെർത്ത് സംവിധാനം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വലിയൊരു പദ്ധതിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്നുള്ളതാണ് മാതൃഭൂമി ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. സുപ്രഭാതം പത്രത്തിൽ ഉള്ളൊരു വാർത്ത, അഞ്ചരക്കണ്ടി ജാതിക്കൊല, പ്രതികൾ എവിടെ പോലീസെ എന്നാണ്. 6ാം നാളും അധ്യാപകർ ഒളിവിൽ. വെള്ളക്കോട്ടഴിച്ച് വെച്ച് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഒടുവിൽ ഡോക്ടർ റാമിനെ പുറത്താക്കി മാനേജ്മെന്റ് എന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് സുപ്രഭാതത്തിൽ അത്തരത്തിലൊരു വാർത്ത നമുക്കിന്ന് കാണാൻ കഴിയും. കേരള കൗമുദിയിലേക്ക് വന്നാൽ TCSലെ മതം മാറ്റ ശ്രമം, ഭീകരബന്ധം തേടി NIA എന്നുള്ളതാണ്. അന്വേഷണം സാക്കിർ നായിക്കിലേക്ക്. അറസ്റ്റിലായത് 7 ജീവനക്കാർ. വനിതാ ഓഫീസർക്കായി തെരച്ചിൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡനം. 4 വർഷമായ മാനസിക പീഡനം ഉണ്ടെന്നുള്ളതാണ്. മുംബൈയിലാണ് നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ വനിതകൾക്കെതിരെ നടന്നുവന്ന നിർബന്ധിത മതം മാറ്റം, ലൈംഗിക അതിക്രമ സംഭവങ്ങളിൽ ഞെട്ടി രാജ്യം. പിന്നിൽ അന്താരാഷ്ട്ര ഭീകരബന്ധം സംശയിക്കുന്നു. പ്രതികൾ വിദേശ ഭീകരവാദ ഗ്രൂപ്പുകളുടെ സഹായം ലഭിച്ചെന്നാണ് വിവരം എന്നടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്ത. ക്ലീനിങ് സ്റ്റാഫായി എത്തി വനിതാ പോലീസുകാർ, അങ്ങനെയാണ് അവരിത് കണ്ടെത്തിയത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വലിയ വാർത്തയായി തന്നെ ഇന്ന് കേരള കൗമുദിയിൽ അത്തരത്തിലൊരു വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനോരമയിൽ ഒരു വാർത്ത കൂടിയുള്ളത്, ആ ചർച്ച വേണ്ട കേട്ടോ എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ 2 ഹെഡ്ലൈൻ ഇന്ന് നമുക്ക് മനോരമയിൽ കാണാൻ കഴിയുന്നത്. ആദ്യം ആ നീക്കം വേണ്ട കേട്ടോ എന്ന് പറയുന്നത് പോലെ തന്നെ ആ ചർച്ച വേണ്ട കേട്ടോ എന്നൊരു ഹെഡ്ലൈൻ കൂടി ഇന്ന് മനോരമയിലുണ്ട്. മുഖ്യമന്ത്രി പദം കോൺഗ്രസിൽ വാദപ്രതിവാദങ്ങൾ, മുന്നറിയിപ്പുമായി KPCC പ്രസിഡന്റ് മുതിർന്ന നേതാക്കളും. പരുന്തുംപാറ എന്നത് കോഴിക്കുഞ്ഞിന് ആരാണ് CM എന്നുള്ളത്, കോഴി ഇട്ട മുട്ട, ജനങ്ങൾ ചെയ്ത വോട്ടുകളെല്ലാം മുട്ടയായി അവിടെ ഇരിക്കുന്നു. ആ മുട്ട പൊട്ടി അതിൽ നിന്ന് വരുന്ന CM ആരാണെന്ന് കാത്ത് 3 കാക്കകൾ ഇരിക്കുന്ന ഒരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും VD സതീശനെയും KC വേണുഗോപാലിനെയും ചേർത്തുകൊണ്ട് മനോരമയിൽ അത്തരത്തിലുള്ള വാർത്ത 1ാം പേജിൽ ഇന്നുണ്ട് എന്നുള്ളതും വളരെ കൗതുകകരമായ കാര്യമാണ്. കേരള കൗമുദിയിൽ ഒരു കൗതുക വാർത്ത കൂടിയുണ്ട്. അതിങ്ങനെയാണ്, ലായും ലവും മാംഗല്യ മധുരമായി റാങ്കും എന്നുള്ളതാണ്. അതായത് ഒരുമിച്ച് പഠിച്ച 2 പേർ, അത് LLM-നെ പഠിച്ച 2 പേരായിരുന്നു. അവർ പ്രണയിച്ചു, അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സമയത്ത് അവരുടെ LLM-ന്റെ റിസൾട്ട് വന്നു. അതിൽ ഒരാൾക്ക് 2ഉം ഒരാൾക്ക് 3ഉമാണ് റാങ്ക്. അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് റാങ്കുമായി പോകുന്ന, അല്ലെങ്കിൽ കതിർ മണ്ഡപത്തിലേക്ക് കയറും മുമ്പ് റാങ്കുമായാണ് അവർ ചെയ്യുന്നത്. വീട്ടുകാർക്ക് വലിയ സന്തോഷമായി കാണും. കാരണം പ്രണയിച്ചെങ്കിലും നന്നായി പഠിച്ച ആളുകളാണ് 2 പേരും എന്ന് വീട്ടുകാർക്കും ആശ്വസിക്കാം എന്നുള്ളത് വലിയൊരു കൗതുകമായിട്ട് അതിൽ തോന്നി. മാതൃഭൂമിയിൽ എഡിറ്റോറിയലിലേക്ക് വന്നാൽ മാതൃഭൂമിയിൽ ഉള്ള എഡിറ്റോറിയൽ ഇങ്ങനെയാണ്. അത് വനിതകളുടെ ചെലവിൽ ഒരു ചതി എന്നാണ് മാതൃഭൂമി ഇന്ന് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട പറയുന്നത്. ഇങ്ങനെയാണ്, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതാ സംവരണം വേഗത്തിൽ നടപ്പാക്കാനെന്ന വ്യാജേന കേന്ദ്ര സർക്കാർ ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ബില്ലിന് പിന്നിൽ വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ലോക്സഭയിൽ തെക്കൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ആനുപാതിക പ്രാതിനിധ്യത്തിൽ ഗണ്യമായി ഇടിവുണ്ടാക്കാൻ പര്യാപ്തമായ വിധത്തിലാണ് ബിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഭരണകക്ഷിയായ BJPയുടെ രാഷ്ട്രീയ താൽപ്പര്യത്തിനും ദീർഘകാല നേട്ടത്തിനും അനുഗുണമായ തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. BJPക്ക് സ്വാധീനമുള്ള ഹിന്ദി ഹൃദയ ഭൂമിയിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം സാരമായി വർദ്ധിക്കാനിടവരുന്ന രീതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. അത് പല പത്രങ്ങളിലും ഇന്ന് അതുതന്നെയാണ് പ്രധാനമായും ഉള്ളത്. എഡിറ്റോറിയലായി എഴുതിയിരിക്കുന്നത് അതുതന്നെയാണെന്നതും നമുക്ക് കാണാൻ കഴിയും. ദേശാഭിമാനിയിലെ ഒരു എഡിറ്റോറിയൽ കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അത് ഒരു തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ടാണ്. നമ്മളെല്ലാം തൊഴിലാളികളായതുകൊണ്ട് തന്നെ അതിന്
പ്രാധാന്യമുണ്ട് താനും. നോയിഡയിലെ തൊഴിലാളി സമരം മോദി സർക്കാരിനുള്ള മുന്നറിയിപ്പ് എന്നാണ്. കൂലി വർധനയും നിയമപരമായ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലും ഹരിയാനയിലും തൊഴിലാളികൾ ശക്തമായ സമരത്തിലാണ്. അവർ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തന്നെ വൻകിട മുതലാളിമാരെ പ്രീണിപ്പിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കിയ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ തൊഴിൽ മേഖലയിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യാനന്തരവും ഇന്ത്യൻ തൊഴിലാളി വർഗം പോരാടി നേടിയ അവകാശങ്ങളുടെ സാക്ഷ്യമായ 29 തൊഴിൽ നിയമങ്ങൾ ഇല്ലാതാക്കിയാണ് 4 ലേബർ കോഡുകൾ നടപ്പാക്കിയത്. തോന്നിയ പോലെ തൊഴിലാളികളെ പിരിച്ചുവിടാനും ഫാക്ടറികൾ പൂട്ടാനും മുതലാളിമാരെ അനുവദിക്കുന്നതാണ് ഈ കോഡുകൾ. ഇതിനെതിരെയാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ച നിയമത്തിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ പലയിടത്തും വലിയ തൊഴിൽ ചൂഷണം നടക്കുന്നത് എന്നാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ നമുക്കിന്ന് പത്രങ്ങളിൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ഇനി നമുക്കും ഉണ്ട് ഒരുപാട് വാർത്തകൾ. തിരിച്ച് സേതുവിലേക്ക്.